എടാ, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം, കുറച്ചെങ്കിലും ഗൗരവത്തിലെടുക്കണം. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്ന ചിന്തയെ ഒഴിവാക്കണം. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഓരോ കുടുംബത്തെയും ബാധിച്ചു തുടങ്ങി. പാചകത്തിനാവശ്യമായ ഗ്യാസ് ലഭിക്കാത്തതിന്റെ പേരിൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ഉള്ള ഹോട്ടലുകളിൽ ഭക്ഷണങ്ങൾക്ക് വില വർദ്ധിച്ചു. ഒരുപാട് മനുഷ്യരുടെ ജോലി മുടങ്ങി. പെട്രോൾ പമ്പുകളിൽ വാഹന ഇന്ധനങ്ങൾ കിട്ടാനില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വീണ്ടും ഒരു ലോക്ക്ഡൌണിന്റെ സൂചനകൾ നൽകി തുടങ്ങി. ഇനിയും നമ്മൾ ബോധവാന്മാരായില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തവരായി മാറും. ലോകം അന്ധകാരത്തിന്റെയും ആക്രമണത്തിന്റെയും അഹന്തതയുടെയും അരാജകത്വത്തിന്റെയും ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒന്നുണ്ട്: പ്രാർത്ഥന. പടച്ചവനോട് പ്രാർത്ഥിക്കണം. നന്മക്ക് വേണ്ടി, സഹായത്തിനു വേണ്ടി, പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അതേ ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ. നാഥ, നിന്റെ കാവൽ നൽകണേ അല്ലാഹ്.